ഹായ് ഹലോ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് പഴുത്ത പഴമല്ല, ഒരു മീഡിയം പഴുത്തത് മതി. 3 നേന്ത്രപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ പഴം എല്ലാം ഒന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതിനായി ഓരോ പഴവും രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉണക്കമുന്തിരിയാണ്. അല്പം ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. അതിനായി 1 കപ്പ് തേങ്ങ ചിരകി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കാൽ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇതിപ്പോ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. പഴമെല്ലാം കറക്റ്റ് ആയിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് ഈ പഴത്തിന്റെ നടുക്കത്തെ ഉള്ള കറുത്ത സീഡ്സ് ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം ഇത്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഇതിന്റെ 2 സൈഡും ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് നമ്മുടെ ഉന്നക്കായയുടെ ഷേപ്പിലേക്ക് ഒന്ന് ആക്കിയെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഇത് ആക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണ ചൂടായതിനു ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോന്ന് ആയിട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഉന്നക്കായ ഇവിടെ മാറ്റി വയ്ക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ ചൂടോടെ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്.